ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തരവുണ്ണി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധി അവർ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. എനിക്കത് വിഷയമൊന്നുമില്ല, പക്ഷെ പലർക്കും ഭയങ്കര സങ്കടമായിട്ട് വന്നിരിക്കുകയാണ് രേണു സുധിയെ കാരണം. എന്താണാവോ രേണു സുധിയെക്കുറിച്ച് ഓർത്തിട്ട് ആളുകൾക്ക് ഇത്രയേറെ ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യം? പുള്ളിക്കാരത്തി ഇപ്പോൾ മോഡലിംഗ് ചെയ്യുന്നതാണ് ആളുകൾക്ക് ആർക്കും സഹിക്കാൻ വയ്യാത്തത്. ഈ ഫോട്ടോയ്ക്ക് എന്താ കുഴപ്പം? നല്ല രസമല്ലേ? എനിക്കിത് കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ, ഇവർ ചെയ്യുന്ന മോഡലിങ്ങിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഷോർട്ട് വീഡിയോകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇവർ ചെയ്യുന്ന മോഡലിങ്ങിൻ്റെ. ഇപ്പോൾ ചെയ്യുന്ന പുതിയ മോഡലിംഗാണേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടോ? വൃത്തികേടായിട്ട് നമുക്ക് തോന്നും. നമ്മൾ സാധാരണപ്പെട്ട ആളുകൾ ഇങ്ങനെ കക്ഷം കാണിച്ചും പൊക്കിൾ കാണിച്ചും നടക്കുന്ന ആളുകളല്ല. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വൃത്തികേടായിട്ട് തോന്നും. എന്നാൽ പോലും മോഡലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. മോഡലിംഗ് ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്, കൂടുതൽ ആളുകളും കാണിക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളൊന്നും പറയണ്ട. ഇവർ മോഡലിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഇതൊക്കെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലാണ്ട് തന്നെ ഇവർ റീൽസിൽ വന്നിട്ട് തന്നെ അവരെല്ലാം കാണിച്ചതാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇവർ മോഡലിങ്ങിൽ കാണിക്കുന്നതിന് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും ഇവർ റീൽസൊക്കെ ചെയ്യുന്നതിനേക്കാളും ഭംഗി, ഇവർ അഭിനയത്തിലേക്ക് വരുന്നതിനേക്കാളും എല്ലാം കൊണ്ടും ബെറ്റർ ഇവർ മോഡലിംഗ് ചെയ്യുമെങ്കിൽ അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെൻ്റെ അഭിപ്രായം. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. പക്ഷേ എനിക്കിതിനേക്കാളേറെ എനിക്കിതിൽ വിഷമം തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഈ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ആ ഒരു കമൻറ്റുകളുടെ ഒരു പൂരം, തെറിവിളിപ്പൂരം, അത് കണ്ടുകൊണ്ടാണ് 64 കമൻറ്റുകളെ വന്നിട്ടുള്ളത്. ഇപ്പം അടുത്ത സമയത്ത് ഇട്ടതേ ഉള്ളൂ. അയ്യോ പേടിച്ചു പോയി എന്നാണ് ഒരാൾ പറയുന്നത്. എന്തുവാടെ ഇത് കണ്ടാൽ പേടിക്കാനായിട്ട്? ഇനി നമ്മളാരും കാണാത്തത് വല്ലതും ഈ പുള്ളിക്കാരൻ കണ്ടോന്ന് അറിയില്ല. എന്തായാലും അയ്യോ പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഒരാൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതെന്താ സാധനം കടിക്കുമെന്ന്. എന്താ കടിക്കാൻ? എന്താ പട്ടിയാണോ? പിന്നെ ഒരാൾ, ഞാൻ ഓർത്തു പുതിയ ഇനം ഓന്ത് കേരളത്തിൽ ഇറങ്ങിയതാണെന്ന്. എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നതിനൊരു മര്യാദ ഇല്ലടേ. പിന്നെ പറയുന്നു ദൈവമേ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നു. ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിനാണ് അതിൻ്റെ അമ്മയാണെങ്കിൽ അവർക്കറിയാം ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട്. ഈ പറഞ്ഞ വ്യക്തിക്ക് അത്രയ്ക്ക് ദീപക്കാണ് പറഞ്ഞത്. അപ്പോൾ ദീപക്കിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദീപക്കിന് അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇത്രയേറെ വേവലാതി ഉണ്ടെങ്കിൽ ദീപക് ഒരു കാര്യം ചെയ്യൂ. ആ കുഞ്ഞുങ്ങളെക്ക് ദീപക് വീട്ടിൽ കൊണ്ടുപോയി നിർത്തി നോക്കൂ. ദീപക്കിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് ആ കുട്ടികളെ നോക്കൂ, സംരക്ഷിക്കൂ. പുണ്യം കിട്ടും. എന്തായാലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പുണ്യം കിട്ടും. ഇനി അഥവാ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദീപക് ഒരു കാര്യം ചെയ്യും. ഓരോ മാസവും ഒരു നിശ്ചിത തുക ആ 2 കുട്ടികളുടെയും ചിലവിനും ഭക്ഷണത്തിനും ഇനി ഹോസ്പിറ്റൽ കാര്യം വരികയാണെങ്കിൽ അതിനൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്ക്. ഓക്കെ, രേണു മാത്രം മതി സുധിച്ചേട്ടൻ്റെ പേര് ചേർത്ത് പറയാതെ പ്ലീസ് എന്ന് പറയുന്നു. പിന്നെ അവർ പിന്നെ വേറെ ആരുടെ പേര് ചേർത്ത് പറയണമെന്ന് താനൊന്ന് പറഞ്ഞേ. അവർ പിന്നെ ഇനി നാളെ അവരുടെ പേരിൻ്റെ സ്ഥാനത്ത് അവർ വല്ല സുലൈമാനെന്നോ അദ്രമാനെന്നോ ഇനി കേശവനെന്നോ ദാസനെന്നോ മുകുന്ദനെന്നോ ഒക്കെ ചേർത്ത് പറയണോ? അവർ വേറെ വിവാഹം കഴിക്കാതിരിക്കുന്നിടത്തോളം അവർക്ക് രേണു സുധി എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അത് എന്ത് തന്നെ ആവട്ടെ, അവർ വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ പുതിയ ഹസ്ബൻഡിൻ്റെ പേരിട്ടാൽ മതി എന്ന് നിങ്ങൾക്ക് പറയാലോ. പിന്നെ വേറൊരാൾ പറഞ്ഞാൽ, രേണു ഇന്നലെ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ, പക്ഷേ ഈ ഡ്രസ്സ് ഇത്തിരി ഓവറായിപ്പോയി, ഇത്രയും താണ ലെവലിലേക്ക് പോകണ്ട. കറക്റ്റാണ് ആ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവർക്കത് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഒരാൾക്ക് അവരുടെ കംഫർട്ട് പറയുമ്പോൾ പിന്നെ നമുക്കതിൻ്റെ ഇടയിൽ കയറി ഒന്നും പറയാനില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിലെ റീൽസിൽ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ബിക്കിനി ഇട്ട ആളുകൾ വീഡിയോ ചെയ്യുന്നില്ലേ, അങ്ങനെ ചെയ്യുന്നവരെ പോലും അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഭാവിയിൽ ബിക്കിനി ഇടാൻ ആഗ്രഹമുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ പിന്നെ ഇങ്ങനെ കാണിക്കുന്നതിൽ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് നിങ്ങൾ അവരെ ബോഡി ഷേമിങ് ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നീട് അവർ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ അവർ മോഡലിംഗ് ആയിട്ട് ചെയ്യുമെങ്കിൽ അവർക്ക് ശരിക്കും അഭിനയിക്കാൻ അറിയില്ല. അഭിനയിക്കുന്നതിൻ്റെ ആ ഒരു വൃത്തിയോട് മാറിക്കിട്ടും. മനുഷ്യൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞിരിക്കുന്നു. അയാളുടെ പേര് കബീർ ചാവക്കാടുള്ള
കബീറാണ് പേടിച്ചു പോയത്. എന്താ കബീറെ പേടിക്കാനായിട്ട്? പേടിക്കാൻ വേണ്ടി അവരൊന്നും കാണിച്ചില്ലല്ലോ. താൻ വല്ലതും കണ്ടോ? ഞങ്ങളാരും ഒന്നും കണ്ടില്ല കേട്ടോ പേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നൊരാൾ പറയുന്നു പൊന്നൂസാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇവർ ഇത്തിക്കൂടി വണ്ണം വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കുമെന്ന്. അത് ചിലപ്പോൾ കറക്റ്റായിരിക്കും. കാരണം വണ്ണം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. കുറച്ചധികം വണ്ണം വേണമെങ്കിൽ ഞാൻ തരാം രേണു, ഞാൻ റെഡിയാണ്. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് കിട്ടുമെന്ന് ഒരാൾ പറയുന്നു. ഇതിലും കുറച്ചുകൂടി മാന്യമായ വസ്ത്രം ധരിച്ചു വരിക എന്നും പറയുന്നു. പിന്നെ ഒരാൾ പറയുന്നു ദാരിദ്ര്യം എന്ന് പറയുന്നു. കാണുകയും വേണം കുറ്റം പറയുകയും വേണം. ഇനി എന്തൊക്കെ കാണുമോ ആവോ, നിങ്ങൾ കാണണ്ടോ. ഞഞ്ഞായിട്ടുണ്ട് എഞ്ഞാ ലുക്ക് എന്നൊരാൾ എഴുതിയിരിക്കുക. എന്തുവാടെ എഴുത്തും അതിനെ അറിഞ്ഞുടഞ്ഞിട്ടാണോ അത് വേറെ വല്ലതും ആണോ ഉദ്ദേശിച്ചത്? പിന്നെ ഇവരുടെ പഴയ കരച്ചിൽ കണ്ടപ്പോൾ ഭയങ്കര സിമ്പതിയായിരുന്നു ഉണ്ടായിരുന്നു. അവരിനി അവരുടെ ജീവിതത്തിൽ മുഴുവനും അവർ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേടോ. അവർ ഇത്തിരിയെങ്കിലുമൊക്കെ ചിരിക്കട്ടെ. സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഈ കരയുന്ന ആളുകളെ ഒന്നും കണ്ടില്ല. അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, അന്നേരമില്ലാത്ത വിഷമമാണ് ഇപ്പോൾ ആളുകൾക്കെന്ന്. നെറ്റ് അത് ഞാനൊരു കാര്യം പറയട്ടെ. സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ കൂടെ രേണു പറയുന്നത് കേട്ടാൽ തോന്നും സുധിച്ചേട്ടൻ അത്രയേറെ വലിയ മഹാനായ കലാകാരനാണെന്ന് തോന്നും. ശരിക്കും സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റാർ മാജിക്കിലൊക്കെ വന്ന് പുള്ളിക്കാരൻ്റെ അഭിനയമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ അത്ര വലിയ മഹാനായ കലാകാരനൊന്നും ആയിരുന്നില്ല. പലപ്പോഴും അങ്ങേരും ചളിയടിക്കാറുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട്. പിന്നെ അതേക്കുറിച്ചിട്ടൊന്നും പറയണ്ട. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ അവരെ നമ്മൾ ഒരിക്കലും താഴ്ത്തിയടിച്ച് സംസാരിക്കില്ല. നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കാര്യത്തിലാണ്, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇതുപോലെ പോകുന്നു. തീരെ സൗന്ദര്യമില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല ഇത്. എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ട് കമൻറ്റുകൾ വായിച്ച് ചിരിക്കുന്നു എന്ന് PK ബാബു ആണ് പറയുന്നത്. PK ബാബു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുഖസൗന്ദര്യമല്ല ശരിക്കുള്ള സൗന്ദര്യം. ശരിക്കുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് അതങ്ങ് മനസ്സിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഈ മുഖം എന്ന് പറയുന്ന സംഭവം സൗന്ദര്യം നശിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. അതൊക്കെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ചധികം ആവി കുക്കറിൽ നിന്ന് മുഖത്തടിച്ചാലും ആ മുഖത്തിൻ്റെ സൗന്ദര്യം നശിക്കും. ഒരു ആക്സിഡൻറ്റ് പറ്റിയാലും നശിക്കും. ഒരു രോഗം വന്ന് പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയാലും പിന്നെ തനി അമ്മൂമ്മയോ അപ്പൂപ്പനൊക്കെ ആവും. അതുകൊണ്ട് പുറമേയുള്ള സൗന്ദര്യം താങ്കൾ നോക്കണ്ട. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഇത് കണ്ട് വിലപിക്കുന്നുണ്ടാവും. കഷ്ടം തന്നെയെന്ന്. അത് എനിക്ക് യോജിപ്പുണ്ട്. കാരണം അങ്ങേര് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവരെ ഇത്രയും ഇങ്ങനെ വിടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവർക്ക് ഇത്രയും കൃത്യമായ അളവിൽ ശരീരത്തിൽ വെച്ച് ഡ്രസ്സ് തച്ച് കൊടുക്കുന്നവർക്ക് വേണം അവാർഡ് കൊടുക്കാൻ. അങ്ങനെയൊന്നുമില്ല. എല്ലാ സൈസിലുള്ളയും ഡ്രസ്സുകൾ മേടിക്കാൻ കിട്ടുമല്ലോ. നമ്മളിപ്പോൾ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ അളവിലുള്ള ഡ്രസ്സ് ശരീരത്തിൽ തയ്ച്ച് വെച്ചല്ലല്ലോ തരുന്നത്. നമ്മൾ നമ്മുടെ സൈസ് നോക്കിയെടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ മോഡലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ സ്വന്തം ഡ്രസ്സല്ല. ഈ മോഡലിംഗ് ചെയ്യുന്നവർ കൊടുക്കുന്ന ഡ്രസ്സാണ് അവരിടുന്നത്. അല്ലാണ്ട് അവരവരുടെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടല്ല മോഡലിങ്ങിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെയും ബോഡി ഷെയ്മിങ് ചെയ്ത് പറയുന്നത് ശരിയല്ല. അതിനോട് 1% പോലും യോജിക്കുന്നില്ല. പിന്നീട് അവരുടെ അഭിനയം കൊള്ളില്ലെന്ന് പറയൂ നിങ്ങൾ, അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല. പിന്നെ ഇവരുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിമിഷ ബിജു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അവർ കാട്ടിക്കൂട്ടുന്ന, അവർ എന്നെപ്പോലെ തന്നെ ഒരു മുതുക്കിയാണ്. എന്നിട്ട് ആ കിളവി കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ നിങ്ങൾ കാണണമല്ലോ. തുണിയുടെ പകുതി പോലും അവർ ഉടുക്കാറില്ല. അത് കുക്കിംഗ് വീഡിയോയിലാണെങ്കിലും അല്ലാതെയുള്ള വീഡിയോകളിലാണെങ്കിലും ഷോർട്സ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്കൊന്നും അതിനൊന്നും ഒരു പരാതിയില്ലേ? എന്തുകൊണ്ടാണ് പരാതിയില്ലാത്തത്? അവർക്ക് കുറച്ചുകൂടി ചന്തം ഉള്ളതുകൊണ്ടോ? അതേ അവരുടെ നിറം നല്ല വെളുവിളാന്ന് പറഞ്ഞ് മഞ്ഞിച്ചിരിക്കുന്നത് കൊണ്ടോ? എന്തായാലും ഇതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേരെ. എന്തായാലും നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളെല്ലാം കൂടി കമൻറ്റ് ചെയ്തേരെ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.